പാലായിൽ മണിക്കൂറുകൾ ശേഷിക്കെ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഉപാധികൾ അംഗീകരിക്കാനാകാതെ ഇരുമുന്നണികളും. ബിനുവിനെ UDFും കോൺഗ്രസ് വിമത മായ രാഹുലിനെ LDFും സ്വന്തമാക്കിയാൽ കക്ഷിനില തുല്യമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അധ്യക്ഷ പദവി പങ്കുവയ്ക്കുന്നതിൽ വിയോജിപ്പും വിമതരുടെ കടുത്ത നിലപാടുകളും പാലാ നഗരസഭയിൽ ഭരണ തുടർച്ച അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, പാലായിൽ എന്തും സംഭവിക്കാം, പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ബിനുവിന്റെ പിന്തുണ പ്രധാനമാണ്. എന്താകും തീരുമാനം? പാലാ നഗരസഭയിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അനിശ്ചിതാവസ്ഥ തുടരുകയാണ്, ആകാംക്ഷകൾ തുടരുകയാണ്. ബിനു പുളിക്കകണ്ടത്തിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയില്ലാതെ അവിടെ UDFിനോ LDFിനോ അധികാരത്തിലേറാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ബിനുവുമായി കുടുംബവുമായും LDFും UDFിന്റെയും നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. പ്രധാനമായും ആവശ്യം ബിനുവിന്റെ മകളായ ദിയ ബിനുവിനെ അവിടെ ചെയർപേഴ്സൺ ആക്കണം, അതോടൊപ്പം തന്നെ ബിനുവിനെ വൈസ് ചെയർമാനായും നിശ്ചയിക്കണം എന്നതാണ് ആവശ്യം. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാൻ LDFും UDFും തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആകെ 26 അംഗ നഗരസഭയിൽ 12 പേർ LDFിലും അതോടൊപ്പം തന്നെ 10 പേർ UDFിലുമുണ്ട്. 4 പേരാണ് സ്വതന്ത്രരായിട്ടുള്ളത്. ഇതിൽ ബിനുവും ബിനുവിന്റെ സഹോദരനും മകളും അടക്കം ഈ കുടുംബത്തിൽ നിന്നും 3 പേരും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച മായയുമാണ് മറ്റൊരു സ്വതന്ത്ര അംഗമുള്ളത്. ഇതിൽ മായയുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ഇപ്പോൾ LDF ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 26 അംഗ നഗരസഭയിൽ 13 പേരുടെ പിന്തുണ ഉറപ്പിച്ച് അത്തരത്തിൽ ഒരു UDFിന് ഭരണം കിട്ടാത്തത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. അതേസമയം ബിനുവും കുടുംബവും ഇപ്പോഴും നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പക്ഷേ നാളെ രാവിലെ നിലപാട് പ്രഖ്യാപിക്കാനാണ് സാധ്യത. എന്തായാലും പാലാ UDF ഭരിക്കുമോ LDF ഭരിക്കുമോ എന്നത് ഇപ്പോഴും ആകാംക്ഷയെ തുടരും.